ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ തംബ്നെയിലിൽ കാണുന്ന പോലെ ഒരു ബ്ലൂ ഗാർഡൻ സെറ്റ് ചെയ്യാം. അതിനുള്ള ഐഡിയ വന്നത് തന്നെയാണല്ലോ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന ഈ ശംഖുപുഷ്പമാണ് കേട്ടോ. ഇതിൻ്റെ നല്ല ഭംഗിയിൽ നിൽക്കുന്നതാണോ. ഇതൊരു അംബ്രല്ല സ്റ്റാൻഡിൽ നമ്മൾ കയറ്റി വിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റാൻഡ് ഫുള്ള് കവറായിട്ട് നിറയെ ഫ്ലവേഴ്സായിട്ട് നിൽക്കുവാണ്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും ബാൽക്കണിയിൽ ഇടയുള്ളിടത്ത് എവിടെയെങ്കിലും ഒരു പ്ലാന്റ് വളർത്തണം എന്ന് ഒരാഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സീഡ്സൊക്കെ കുറച്ചെടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ കുറച്ച് സീഡൊക്കെ സംഘടിപ്പിച്ചു. ഇത് ഡബിൾ പെറ്റലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ബ്ലൂവിൻ്റെ ഡബിൾ പെറ്റലാണ്. പിന്നെ വൈറ്റ് ഫ്ലവറുള്ള ശംഖുപുഷ്പവും ഉണ്ട് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ വൈറ്റ് ഫ്ലവറിൻ്റെ ഒരു പ്ലാന്റ് നിൽപ്പുണ്ട്. അതാണ് അപ്പം ഈ ശംഖുപുഷ്പത്തിൻ്റെ പോഡാണിത്. ഇതിലുള്ള സീഡ്സ് വെച്ചാണ് നമ്മളിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. വൈറ്റ് ഫ്ലവറിൻ്റെ പ്ലാന്റ്, പക്ഷെ അത് നമ്മുടെ ബ്ലൂവിൻ്റെ അത്ര ഹെൽത്തി അല്ല കേട്ടോ. അതിൻ്റെ ലീഫൊക്കെ തണ്ടൊക്കെ കുറേയൊക്കെ ഉണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ സീഡ് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതതിൻ്റെ പോഡാണ്. പോഡിനകത്ത് സീഡുണ്ടല്ലോ. നമുക്കതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് സീഡൊക്കെ ആദ്യം കളക്ട് ചെയ്തെടുക്കാം. അങ്ങനെ സീഡ്സൊക്കെ ഓരോന്നിന്നും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പോട്ടിലേക്ക് ആദ്യം നട്ട് കൊടുക്കാം. സീഡ്സൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മളൊരു വെർട്ടിക്കൽ പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ പോട്ടിംഗ് മിക്സ് എടുത്തു. മണ്ണ്, കുറച്ച് ചാണകപ്പൊടി, കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സീഡൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി കേട്ടോ. ഇനി ഇതിനെ നമ്മൾ കുറേ നാൾ വെച്ച് അതിനകത്ത് ഞാൻ വേറെയും സീഡ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മുളച്ച് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പ്ലാന്റ് കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വലിയ പോട്ടിലേക്ക് മാറ്റാം. ഇത് പല സമയത്തായിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അതൊന്നിച്ച് കാണിക്കുവാണ്. അപ്പം പോട്ടിലേക്ക് നമ്മൾ പോട്ടിംഗ് മിക്സ് എടുത്തു. വലിയ പോട്ടിലേക്ക് ഈ തൈകൾ നമ്മൾ മാറ്റുവാണ്. എന്നിട്ട് നമ്മുടെ ബാൽക്കണിയിലുള്ള ഗ്രില്ലിലേക്ക് കയറ്റി വിടാനാണ് പ്ലാന്. അപ്പം അതിനെ നമുക്ക് നട്ട് കൊടുക്കാം. 2 തൈകളാണ് ഞാനിപ്പോൾ ഒന്നിൽ വയ്ക്കുന്നത്. ഇതുപോലെ 2 പോട്ടിലായിട്ട് ഞാൻ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് 2 കോർണറിൽ വെച്ചു കേട്ടോ. അങ്ങനെ പ്ലാന്റൊക്കെ നട്ട് വെള്ളമൊക്കെ ഒഴിച്ചു സെറ്റാക്കിയിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, താങ്ക് യു.